ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം സീറ്റിന്റെ കാര്യത്തിൽ ഏകദേശ ധാരണയിൽ എത്തിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസുമായി ചേർന്ന് കോൺഗ്രസ് 20 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒന്നിച്ചു നിന്നുകൊണ്ട് BJPയെ ഒരു പൊതുശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 90 നിയമസഭാ സീറ്റുകളുള്ള ജമ്മു കാശ്മീരിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഭരണം ലഭിക്കാൻ ആവശ്യമായ ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്നൊരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഗുലാം നബി ആസാദ് മുഖ്യമന്ത്രിയായിരുന്നതൊക്കെ നമുക്കറിയാം. എന്നാൽ നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വന്നതോടെ ജമ്മു കാശ്മീരിൽ BJPയുടെ വലിയ വളർച്ചയുണ്ടായി എന്നത് സത്യമാണ്. മുസ്ലിം വോട്ടുകൾ പല പാർട്ടികളിലായി ഭിന്നിച്ചപ്പോൾ ഹൈന്ദവ വോട്ടുകൾ BJPയിൽ മാത്രമാകുകയും ചെയ്തു. അതോടെയാണ് മതേതര ശക്തികൾ ജമ്മു കാശ്മീരിലും BJPയെ പേടിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇനിയത് കഴിയില്ലെന്നും കശ്മീരിൻ്റെ സ്വത്വം തന്നെ നശിപ്പിക്കുന്നതിനും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും ഇഷ്ടപ്പെടുന്ന BJP പഴയ കാശ്മീരിനെ ഇല്ലാതാക്കി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് കശ്മീർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ മുന്നണിയോടൊപ്പം മാത്രമാണെന്ന് കശ്മീരിലെ ജനങ്ങളും മനസ്സിലാക്കിയതോടെയാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒന്നിച്ചത്. അതിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിലാണ് മത്സരിക്കുന്ന സീറ്റുകളും അവയുടെ വിശദാംശങ്ങളും ചർച്ചയ്ക്ക് വന്നത്. മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും മുതിർന്ന നേതാവ് അംബിക സോണിയും പങ്കെടുത്ത യോഗത്തിലാണ് 20 സീറ്റ് മതി എന്ന് കോൺഗ്രസ് പ്രഖ്യാപനം നടത്തിയത്. 20ൽ 5 സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് മത്സരിക്കുന്ന 5 മണ്ഡലങ്ങളിലാണ് പേരുകൾ നേതാക്കൾ പുറത്തുവിട്ടത്. ജമ്മു കാശ്മീരിലെ മുൻ കോൺഗ്രസ് അധ്യക്ഷനും മുൻ MLAയുമായ ഗുലാം അഹമ്മദ് മീർ, ബനിഹാലിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് വിഖാർ റസൂൽ, അതുപോലെ ജമ്മുവിൽ നിന്നുള്ള പ്രദീപ് ഭഗത് എന്നിവരും ഈ ലിസ്റ്റിലുണ്ട്. അതുപോലെ മറ്റു 2 പേരുകളും പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. CPMന് ഒരു സീറ്റ് വിട്ടു നൽകാനും സമിതി യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. അതുപോലെ സീറ്റ് പങ്കിടലും സഖ്യതന്ത്രങ്ങളും മെനയാൻ മുൻ കേന്ദ്രമന്ത്രി കോൺഗ്രസിൻ്റെ സൽമാൻ ഖുർഷിദിനെ പാർട്ടി അധികാരപ്പെടുത്തി കഴിഞ്ഞു. അതിനിടെ ജമ്മു കാശ്മീർ കോൺഗ്രസിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ ചെയർമാൻ സുഖ്ജീന്ദർ സിംഗ് രന്ധാവയുടെ നേതൃത്വത്തിൽ വരുന്ന ശനിയാഴ്ച ശ്രീനഗറിൽ യോഗം ചേരുകയാണ്. എന്നാൽ ജമ്മു കാശ്മീരിൽ നല്ല അടിത്തറയുള്ള നാഷണൽ കോൺഫറൻസ് തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആദ്യം മുഴുവൻ പറഞ്ഞത്. ആരും തങ്ങളുടെ കൂടെ വേണ്ട എന്ന് പറയുകയും ചെയ്തത് ശുദ്ധ മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കിയത് കോൺഗ്രസ് ആണ്. ഒപ്പം ചേരാൻ കോൺഗ്രസ് പിന്നാലെ പോയത് കുറേ സീറ്റുകൾ നേടിയെടുക്കാനല്ല. ആകെയുള്ള 90 സീറ്റുകളിൽ തങ്ങൾക്ക് വെറും 20 സീറ്റ് മതിയെന്നും പക്ഷേ സീറ്റുകൾ കുറച്ച് കോൺഗ്രസിന് കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ച് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എങ്കിൽ നാഷണൽ കോൺഫറൻസ് എല്ലാ സീറ്റുകളും കളയുന്ന ആ പഴയ മണ്ടത്തരത്തിലേക്ക് ഇനിയും പോകണ്ട എന്ന് ഫറൂഖ് അബ്ദുള്ളയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി കശ്മീരിൽ നിന്നും പോയത്. അത് നടക്കുകയും ചെയ്തു. 20 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ജമ്മുവിൽ തോൽക്കുകയായിരുന്നില്ല, വിജയിക്കാനുള്ള യഥാർത്ഥ വഴി വെട്ടിത്തെളിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. താഴ്മതാൻ അഭ്യുന്നതി എന്ന വാക്കുകളാണ് അവിടെ അന്വർത്ഥമാക്കിയത്. ഏറ്റവും അവസാനത്തെ ബസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് കശ്മീരിലെ പോരാട്ടം മാറിയ ഒരു സാഹചര്യത്തിൽ നാഷണൽ കോൺഫറൻസിനെ പറഞ്ഞു മനസ്സിലാക്കി കോൺഗ്രസ് കെട്ടിപ്പടുത്ത ഈ കൂട്ടുകെട്ട് ചരിത്ര നേട്ടം തന്നെയായിരിക്കും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും അഭിപ്രായം.